Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥിയായിരുന്ന TI മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചു. മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച V കുഞ്ഞികൃഷ്ണൻ വ്യാജ പ്രചരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിജയം നേടിയതെന്ന് ഹർജിയിൽ ആരോപണം. പയ്യന്നൂർ നിയോജകമണ്ഡലം MLA V കുഞ്ഞികൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് TI മധുസൂദനൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ട വോട്ട് കിട്ടാതെയാണല്ലോ തോറ്റത്. ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥിതി പയ്യന്നൂരിലുണ്ടായതിന് കാരണം നിരന്തരമായ വ്യക്തിഹത്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രചരണമാണ്. രക്തസാക്ഷി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് അപഹരിച്ചു, അതുപോലെ വ്യാജ റെസീറ്റ് അടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ് ഈ കാലയളവിൽ കുഞ്ഞികൃഷ്ണനും സംഘവും നടത്തിക്കൊണ്ടിരുന്നത്. അതിന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു പ്രത്യേക സെറ്റുണ്ട്. അവരെല്ലാം കൂടി നടത്തി വന്നിട്ടുള്ളൊരു പ്രചരണമാണ്. ഏതായാലും സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. നാളൊരു MLA ആവാനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ലക്ഷ്യം. സത്യം തെളിയണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേസാണ്. അതിന് നല്ല നിലക്ക് കേസിന് അടിസ്ഥാനമുണ്ട് എന്ന് നിയമവിദഗ്ധന്മാരൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ കേസിലേക്ക് പോയിട്ടുള്ളത്. കേസ് ഹൈക്കോടതി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായിട്ടുണ്ട്. ഭാവിയിൽ കോടതി ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാവേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ആ നിലക്ക് മുന്നോട്ടേക്ക് പോകും. നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. തനിക്കെതിരെ രക്തസാക്ഷി ഫണ്ട് കള്ളൻ എന്ന വ്യാജ ആരോപണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുഞ്ഞികൃഷ്ണൻ വിജയിച്ചത്. ആരോപണത്തിന് രേഖകളോ തെളിവുകളോ ഇല്ലാതിരുന്നിട്ടും വ്യക്തിഹത്യ നടത്തിയും വ്യാജ പ്രചരണം നടത്തിയുമാണ് തന്നെ തോൽപ്പിച്ചത്. പ്രചാരണത്തിലെ പ്രസംഗങ്ങളിൽ കളങ്കിതനാണ് താൻ എന്ന് വരുത്തി തീർത്തതായും ഹർജിയിലുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് ഗിരീഷ് ഹർജിയിൽ കുഞ്ഞികൃഷ്ണന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകി. 3 ആഴ്ച കഴിഞ്ഞ് എതിർകക്ഷിയുടെ വാദം കേട്ട ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. അഭിഭാഷകരായ MV അമരേശൻ, SS അരവിന്ദ് എന്നിവരാണ് കേസ് ഫയൽ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLAയും CPM നേതാവുമായ TI മധുസൂദനൻ സമർപ്പിച്ച ഹർജിയിൽ പ്രതികരണവുമായി V കുഞ്ഞികൃഷ്ണൻ MLA. തിരഞ്ഞെടുപ്പ് കേസ് നൽകാൻ ആർക്കും അവകാശമുണ്ടെന്നും അത് നിയമപരമായി കോടതി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കേസ് ആർക്കും കൊടുക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പുകളിലും പലരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന വിധിയും നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഒരല്പം മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഏതായാലും കോടതിയുടെ മുമ്പിൽ കേസ് വരുമ്പോൾ അപ്പോൾ അവരുടെ വാദം എന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ പറയാം. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കോടതിയുടെ മുമ്പിലുള്ള വിഷയത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന M നാരായണൻകുട്ടിയുടെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടി അനുസ്മരണം നടന്നു.
പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ പരിപാടി മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും വിളിക്കുന്ന ഞങ്ങൾക്ക് നാരായണൻകുട്ടി എന്നൊക്കെയാണ് വിളിക്കാറ്. MS എന്ന് വ്യാപകമായി വിളിക്കുന്ന അദ്ദേഹം നമ്മെ കഴിഞ്ഞ വർഷം വിട്ടുപോയി എന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ മനുഷ്യരുടെ വേർപാട് അനിവാര്യമാണല്ലോ. എങ്കിലും അദ്ദേഹത്തെ സ്മരിക്കാൻ ഇവിടെ വിപുലമായ സമ്മേളനം കൂടി എന്നുള്ളത് ഏറ്റവും നമുക്ക് മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിന് വേണ്ടി അട്ടിയുറച്ചു നിന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സർവ്വതലത്തിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു പ്രിയപ്പെട്ട നാരായണൻകുട്ടിയെ ഓർക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ മാതൃപ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തമായി വരുന്ന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ദൗത്യനിർവഹണമായി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC ട്രഷറർ VA നാരായണൻ അനുസ്മരണ ഭാഷണം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, AP നാരായണൻ, P ലളിത, VC നാരായണൻ, MK രാജൻ, K ജയരാജ്, മഹേഷ് കുന്നമൽ, KK സുരേഷ് മാസ്റ്റർ, PT അബ്ദുൾ റഷീദ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലവർഷം കനക്കുന്നതോടെ മാടായി പഞ്ചായത്തിലെ മൂലക്കീൽ കടവിന് സമീപം പാലക്കോട് പുഴയുടെ തീരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയിൽ. കരസംരക്ഷണ ഭിത്തി തകർന്നതോടെ റോഡ് ഉൾപ്പെടെ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ്. ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലക്കോട് പുഴയുടെ തീരത്തുള്ള മൂലക്കീൽ കടവിൽ ഓരോ മഴ പെയ്യുമ്പോഴും ജനങ്ങളുടെ ആശങ്ക ഇരട്ടിക്കുകയാണ്. കരസംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പ്രദേശത്തെ റോഡ് മീറ്ററുകളോളം ഇടിഞ്ഞ് അപകടാവസ്ഥയിലാണ്. പുഴയോരത്ത് താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത് ഭയത്താലാണ്. പ്രദേശത്തെ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരിൽ ഒരാളാണ് 25 വർഷമായി കിടപ്പിലായ ജോയ്. ബൈക്ക് അപകടത്തെ തുടർന്ന് ജീവിതം കിടക്കയിലൊതുങ്ങിയ ജോയിയുടെ വീടിന് മുന്നിലെ റോഡ് കരയിടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. ശക്തമായ മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്നും വീടുൾപ്പെടെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. ജോയിയുടെ കുടുംബം മാത്രമല്ല, സമീപത്തെ നിരവധി വീടുകളിലുള്ളവരും ഓരോ രാത്രിയും ഭീതിയോടെയാണ് കഴിയുന്നത്. ടീം വരുന്നത് അതും വരാൻ പറ്റാണ്ടായി. എല്ലാം കൊണ്ടും വീടിന് മുന്നിൽ തന്നെ ഒരു 4-5 മീറ്റർ ദൂരേ ഉള്ളൂ, ഇത്രേ ദൂരേ ഉള്ളൂ. എൻ്റെ കൂടെ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ വീട് തന്നെ പോയി പോകും. ഇതിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ അത്ര അവസ്ഥയായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. തിരിച്ചിറങ്ങും റാമ്പിൽ കൂടെ ഇറങ്ങുന്നതാണ്. ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലായി ഉള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് M. വിജിൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായി റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും അറിയിച്ചു. അടിയന്തര സുരക്ഷാ നടപടിയായി മണൽച്ചാക്കുകളും തെങ്ങിൻ കുറ്റികളും ഉപയോഗിച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാശ്വത പരിഹാരത്തിനായി ആവശ്യമായ സ്ഥലങ്ങളിൽ കരസംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പിനും നിർദ്ദേശം നൽകിയതായി M. വിജിൻ MLA അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തെങ്ങിൻ കുറ്റികൾ വെച്ച് മണൽച്ചാക്ക് നിറച്ച് ഇവിടെ സ്ഥലം സുരക്ഷിതമാക്കി, അതോടൊപ്പം റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എത്രയാണോ കിട്ടുന്നത് ആ തുക ഉൾപ്പെടുത്തിക്കൊണ്ട് അപകടകരമായ ഭാഗത്തെ അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ആലോചനയും ഒരു തീരുമാനമാണ് ഇത് പ്രാഥമികമായി സ്ഥലം സന്ദർശിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. നിയമപരമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്, പേപ്പർ ഭാഗങ്ങളുണ്ട്. അതെല്ലാം വേഗതയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനയും ഇന്നിപ്പോൾ ഇവിടെ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ എല്ലാവരും സംയുക്തമായിട്ടാണ് ഈ സ്ഥലം സന്ദർശിച്ച് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്ഥല സന്ദർശനത്തിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുഷ്പലത P, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിതകുമാരി, വൈസ് പ്രസിഡന്റ് KV ശ്രീധരൻ, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് B. സത്യഭാമ, സെക്രട്ടറി ആര്യലക്ഷ്മി SJ, പഞ്ചായത്ത് അംഗങ്ങളായ SU റഫീഖ്, B. മുഹമ്മദ് അഷ്റഫ്, M. രാമചന്ദ്രൻ, TV ചന്ദ്രൻ, KP മോഹനൻ, N. ശശി, P. സുരേഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നെറ്റ്വർക്ക് ചാനൽ വാർത്തയ്ക്ക് പിന്നാലെ പിലാത്തറ ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തു.
ചെറുതാഴം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡിൽ കെട്ടിട സമുച്ചയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്റെ വാർത്ത നെറ്റ്വർക്ക് ചാനലിലൂടെ നൽകിയത്. ദിവസങ്ങളായി പിലാത്തറ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ കുന്നുകൂടി കിടന്നിരുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു. ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാരും പ്രദേശത്തെ കച്ചവടക്കാരും നേരിട്ടിരുന്ന കടുത്ത ദുരിതത്തെക്കുറിച്ച് നെറ്റ്വർക്ക് നൽകിയ വാർത്തയ്ക്കു പിന്നാലെയാണ് പഞ്ചായത്ത് അധികൃതരുടെ അടിയന്തര നടപടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇന്ന് രാവിലെ തന്നെ സ്ഥലത്തെത്തി മാലിന്യങ്ങൾ ശുചീകരിച്ച് നീക്കുകയായിരുന്നു. ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന വന്നുപോകുന്ന പ്രധാന യാത്രാ കേന്ദ്രത്തിൽ ചാക്കുകെട്ടുകളിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ മഴ പെയ്ത് അലിഞ്ഞുകിടക്കുന്നത് വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. ജനങ്ങളുടെ ഈ പരാതിയും പ്രദേശത്തെ ദുരവസ്ഥയും ചൂണ്ടിക്കാട്ടി നെറ്റ്വർക്ക് ചാനലിലൂടെ വാർത്ത പുറത്തുവിട്ടതോടെയാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ആശ്വാസത്തിലാണ് യാത്രക്കാരും കച്ചവടക്കാരും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പുഞ്ചിരിമട്ടത്തു നിന്നും പൊട്ടിയിറങ്ങി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ആഞ്ഞടിച്ച് ഉരുൾ കവർന്നത് 100 കണക്കിന് ജീവനുകൾ. കേരളത്തിനെ ആകെ ഞെട്ടിച്ച ആ രാത്രിക്ക് ഇന്ന് 2 ആണ്ട്. ജൂലൈ 30 ആ കറുത്ത പുലരി കേരളക്കരയൊന്നാകെ നെഞ്ചുലച്ചാണ് കടന്നുപോയത്. പ്രകൃതി അതിന്റെ ക്രൂരമായ മുഖം കാണിച്ചപ്പോൾ നിമിഷനേരം കൊണ്ട് ഒരു നാട് മുഴുവൻ മാഞ്ഞുപോയി. മുണ്ടക്കൈയും ചൂരൽമലയും ഇന്നലകൾ വരെ സന്തോഷവും സമാധാനവും പൂത്തുലഞ്ഞു നിന്ന മനോഹരമായ ഗ്രാമങ്ങളായിരുന്നു. എന്നാൽ ആ ദുരന്ത രാത്രി കവർന്നെടുത്തത് 100 കണക്കിന് പ്രിയപ്പെട്ട ജീവനുകളും ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളുമാണ്. ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറമാണ് കണ്ടെത്തിയത്. ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. മേപ്പാടി ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെത്തിയ ബന്ധുക്കളുടെ കാഴ്ച അതിഭീകരമായിരുന്നു. പ്രതീക്ഷയും കണക്കുകൂട്ടലുകളുമായി ഉറങ്ങാൻ കിടന്നവരിൽ പലരും പിന്നീട് ഉണർന്നിരുന്നില്ല. ഭീതിയുടെയും കണ്ണീരിന്റെയും മരവിപ്പുകൾ ബാക്കിവെച്ച മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഒരു നാടും ജനതയും ജീവിക്കുന്നത്. 2 വർഷം പോയി കഴിഞ്ഞപ്പോൾ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനതയ്ക്ക് ഇത് അതിജീവനത്തിന്റെ കാലമാണ്. സ്വന്തമെന്ന് പറയാൻ കുറച്ചുപേർക്കെങ്കിലും വീടുകൾ കിട്ടി, കുറച്ചുപേർക്ക് പ്രിയപ്പെട്ടവരെ കിട്ടി. 2 ആണ്ടുകൾക്കിപ്പുറവും ആ ഓർമ്മകൾ നൽകുന്ന വേദനയ്ക്ക് ശമനമില്ല. വേദനകളിൽ നിന്ന് ഇനിയും പൂർണ്ണമായി കരകയറിയിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകാനും അവർക്ക് സുരക്ഷിതമായ ഒരു നാളെ ഉറപ്പാക്കാനും നാം ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട്. പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കാനും തകർന്നുപോയ ജീവിതങ്ങളെ ചേർത്തു പിടിക്കാനും ഈ ദിനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂരിൽ എത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ കണ്ടങ്കാളിയിലെ ചെമ്മീൻ ഷെഡ് കത്തിനശിച്ച ടി പുരുഷോത്തമന്റെ വീട് സന്ദർശിച്ചു. പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ MLA TA മധുസൂദനൻ സമർപ്പിച്ച ഹർജിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരാതി കൊടുക്കുന്നത് അവരുടെ അവകാശമാണെന്നും നീതിപീഠം കൃത്യമായ തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും VM സുധീരൻ പറഞ്ഞു. പയ്യന്നൂരിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ കണ്ടങ്ങാളിയിലെ ചെമ്മീൻ ഷെഡ് കത്തിനശിച്ച ടി പുരുഷോത്തമന്റെ വീട് സന്ദർശിച്ചു. പയ്യന്നൂരിലെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MLA TA മധുസൂദനൻ ഹർജി സമർപ്പിച്ചതിനുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരാതി കൊടുക്കുന്നത് അവരുടെ അവകാശമാണ്, നീതിപീഠം കൃത്യമായ തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും VM സുധീരൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അണികൾ കൂടുതലായി ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് മുന്നോട്ട് പോയ പശ്ചാത്തലം ഇപ്പോഴും ആ വികാരം നിലനിൽക്കുമ്പോൾ പുരുഷോത്തമന്റെ വീട്ടിലോട്ട് കയറി അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു പാഠം ഇവിടെയുള്ള പ്രധാനികൾ CPM പ്രധാനികൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അവർ ദയനീയമായി പരാജയപ്പെട്ടു, കാലങ്ങളായി അവരോടൊപ്പം നിന്നിരുന്ന ജനവിഭാഗങ്ങൾ എങ്ങനെ ഇത്രമാത്രം അകന്നുപോയി, എങ്ങനെ തിരിച്ചടി ഉണ്ടായി, അവർക്ക് തന്നെ പറയേണ്ടി വന്നു. പയ്യന്നൂരും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം
പാളിപ്പോയി എന്നുള്ളത്. അപ്പോൾ ആ തെറ്റുതിരുത്തൽ നടപടി കേന്ദ്ര കമ്മിറ്റി കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ ഇപ്പോഴും പഴയ ശൈലിയുമായി പഴയ രീതിയിൽ എതിർ ശബ്ദത്തെ അടിച്ചമർത്താൻ, എതിരാളികളെ നിഷ്ക്രിയരാക്കാൻ, അവരുടെ മനോവീര്യം തകർക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ സ്വയം വിനാശകരമാണ്. സാർ, അതുപോലെ ഇപ്പോൾ ഈ ഒരു പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് TA മധുസൂദനൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പറയാൻ? ആർക്കും കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ ഈ പയ്യന്നൂരിലെ ജനവിധി എന്ന് പറഞ്ഞാൽ ശരിയായൊരു തിരിച്ചറിവിൻ്റെ വിധിയാണ്. ശരിയുടെ ഭാഗത്ത് ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു. ഒരു കാരണവശാലും തങ്ങൾ ഏത് പാർട്ടിക്കാരായാലും തെറ്റുകൾ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ സശക്തമായൊരു മെസ്സേജാണ് നൽകിയിട്ടുള്ളത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ്, ഈ വൈകിയ വേളയിലേക്കും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ മുതിരുന്നില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. നീതിപീഠം കൃത്യമായ തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. MLA V. കുഞ്ഞികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, AP നാരായണൻ, DK ഗോപിനാഥ്, KT ഹരീഷ്, പിലാക്കൽ അശോകൻ, ആകാശ് ഭാസ്കരൻ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആവേശം വിതറി തലിച്ചാലം സ്വദേശി കുഞ്ഞികൃഷ്ണൻ. തലിച്ചാലത്തിന്റെ എവർഗ്രീൻ ഫുട്ബോൾ പ്രേമി കുഞ്ഞികൃഷ്ണന്റെ ഫുട്ബോൾ വിശേഷങ്ങൾ കാണാം. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും അതിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ്, അല്ലെ? ഈ ഒരു ഫുട്ബോളിന് ഒരു പ്രായാധിക്യമോ അല്ലെങ്കിൽ പ്രായം ഒന്നിന്റെയും ഒരു അടിസ്ഥാന ഘടകമല്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഇളമ്പച്ചി തെക്കുംപാട് സ്വദേശിയായ കുഞ്ഞികൃഷ്ണേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഫുട്ബോളിനോട് എന്താണ് ഇത്രയും ഇഷ്ടം വരാൻ കാരണം? ഇഷ്ടം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫുട്ബോൾ കളിച്ചിട്ടാണ് നമ്മളെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ളവർ ശീലിക്കുന്നത്. ബാക്കി നമുക്ക് ബാക്കിയുള്ള സ്പോർട്സ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ട അതിൻ്റെ ഉപകരണമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് ഫുട്ബോൾ ആകുമ്പോൾ നമുക്കൊരു പന്ത് കിട്ടിയാൽ നമ്മൾ ഇവിടെ സെവൻസാണ് കളിക്കൽ. ഗ്രൗണ്ടിൽ ചെറിയൊരു ഗ്രൗണ്ടായതുകൊണ്ട് നമുക്കൊരു 14 ആൾക്ക് ഒരു ബോൾ കിട്ടിയാൽ കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് ശീലമായി കളിച്ച് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. ആ ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അതിൽ നല്ല നല്ല കളിക്കാരാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ലബ്ബുകാർ നമ്മളെ ആ ക്ലബിലേക്ക് കളിപ്പിക്കും. അങ്ങനെ ഞാൻ 3 വർഷം കണ്ണൂർ ജിംഖാനക്ക്, അത് KFN അംഗീകൃതമായ KFNയിലേക്ക് ഞാൻ 3 വർഷം കളിച്ചത്. അത് കഴിഞ്ഞ് നമ്മളെ ജില്ല മാറി ഇങ്ങോട്ട് 2 കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ട പിന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം ഞാൻ ഫുട്ബോൾ രംഗത്ത് തുടർച്ചയായി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മളെ പ്രായപരിധി കൂടി വരുന്നു. പിന്നെ നമ്മ ഒരു 25 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഫുട്ബോൾ തന്നെ കളിച്ചാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് കിട്ടിയിട്ടില്ല? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മ ഫുട്ബോൾ കളിയെല്ലാം ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു 6-7 വർഷം മുമ്പേ ഈ പ്രായമുള്ള ഒരു വെറുതെ വീട്ടിലിരിക്കാൻ പാടില്ല നില രീതിയിൽ പ്രായം നമുക്കൊരു പ്രശ്നമല്ല. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഘടകം. പ്രായം നമുക്കൊരു പ്രശ്നമല്ല, നമ്മുടെ മനസ്സാണ് നമുക്ക് ഏത് കാര്യത്തിനും അത് നിലനിർത്തി പോവാണ്ട ഒരു ഇത് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഒരു മാസ്റ്റേഴ്സിൻ്റെ ഒരു രൂപം കൊണ്ട് മാസ്റ്റേഴ്സിലേക്ക് നമ്മൾ ഈ പ്രായമുള്ളവർ മുമ്പത്തെ സ്പോർട്സ് കഴിഞ്ഞ് ഫുട്ബോളും കളിച്ച് ചെയ്ത് നിർത്തിയവർ നമ്മൾ ആ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ രംഗത്ത് ഇറക്കുമ്പോൾ നമുക്ക് പല പല പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെഡൽ കിട്ടിയിട്ട് നമുക്ക് ഒരു പിന്നെ ഒരു സ്വർണ്ണ മെഡൽ പേര് മാത്രമല്ല, നമുക്ക് സ്വർണ്ണ മെഡലൊന്നുമല്ല കിട്ടുന്നത്. ഇത് ഗവൺമെൻറ്റായിട്ട് യാതൊരു ബന്ധവും കാര്യമില്ല, നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളും നമ്മളെ വീട്ടിലെ നമ്മളെ പ്രായം നമ്മളെ പിന്നെ മക്കൾ നമ്മളെ പിന്നെ അച്ചാച്ചൻ്റെ ഒരു മെഡൽ കൊണ്ടിരുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം. എനിക്കിപ്പോൾ 64 വയസ്സായി. ഇതിനെ കൊണ്ട് എനിക്ക് വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാനങ്ങനെ എൻ്റെ ശരീരത്തിനെ പറ്റിയോ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല. എനിക്ക് ഇതുവരെ പറഞ്ഞാൽ ഈ 64 വയസ്സിലും എൻ്റെ ഈ പ്രായമില്ല ഒരു 80% ആക്കും എൻ്റെ ഒന്നിച്ച് നടന്നവർക്കും ഈ സ്പോർട്സ് മേഖല അല്ലാത്തവർക്ക് പല അസുഖങ്ങളാണ് നാട്ടിൽ. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഈ അസുഖമൊന്നും എനിക്ക് ഈ പ്രായം വരെ ഇതൊന്നും വന്നിട്ടില്ല. അത് ഞാൻ അവരോട് പറയുമ്പോൾ അവരൊരു നീ ജനിച്ച് വീണത് ഒരു സ്പോർട്സും കൊണ്ടാണ്. അപ്പം നിൻ്റെ ബ്ലഡ് നല്ല ബ്ലഡായി, നല്ല ആരോഗ്യമായി. അതുകൊണ്ട് എനിക്ക് ഒരു വയറ് വരുന്നില്ല, നടക്കാൻ പ്രശ്നമില്ല, കാലിൻ്റെ മുട്ടിന് പ്രശ്നമില്ല. ഇതുവരെ എനിക്ക് 64 കൊല്ലമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പിന്നെ കളിക്കുമ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലാവലോ അത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ.
ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ളത് സ്പോർട്സ് ഒരു ലഹരിയായി എടുക്കുക. ഇത്രയും വയസ്സായിട്ടും പ്രായം ഒന്നിന്റെയും പരിധിയല്ല, അത് ഞാൻ എടുത്തു പറയുകയാണ് അല്ലെ. പ്രായം ഒന്നിന്റെയും പരിധിയല്ല. നമുക്ക് നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, കായികക്ഷമതയുണ്ടെങ്കിൽ തന്നെ നാം എത്ര കാലം വേണമെങ്കിലും വിജയിച്ച് തന്നെ മുന്നേറും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പൂരക്കളി കല അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 6-ന് പയ്യന്നൂരിൽ നടക്കുന്ന ടി രാമൻ പണിക്കർ അനുസ്മരണവും അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദന പരിപാടിക്കുമുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ കൊക്കാനിശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പൂരക്കളി കല അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പൂരക്കളി കലാ അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 6 ഞായറാഴ്ച പയ്യന്നൂരിൽ വെച്ച് നടക്കുന്ന ടി രാമൻ പണിക്കർ അനുസ്മരണവും അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദന പരിപാടിക്കുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ കൊക്കാനിശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയത്തക്ക നിലയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഓരോ വർഷവും പൂരം വരും, പൂരക്കളിയും ഉറപ്പുകളിയും നടക്കും. പണിക്കർഷന്മാർ തമ്മിലുള്ള ഉറപ്പുകളി വളരെ ആഴമുള്ള പാണ്ഡിത്യ പ്രസരണമായി നടക്കുന്നൊരു കാര്യമാണ്. അവരുടെ ആർജിതമായിട്ടുള്ള അറിവുകളൊക്കെ സമൂഹത്തിന് മുന്നിൽ പങ്കുവച്ചു. ഒരർത്ഥത്തിൽ രണ്ട് പണിക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം അല്ലെങ്കിൽ സംവാദം മാത്രമായിട്ട് ചുരുങ്ങുന്നതല്ല. പൂരക്കളി കലാ അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് മണിയറ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണ പണിക്കർ, സെക്രട്ടറി കയ്യൂർ കുഞ്ഞിക്കണ്ണൻ, വർക്കിംഗ് ചെയർമാൻ എൻ കൃഷ്ണൻ, ടി കരുണാകരൻ പണിക്കർ, കെ ഗംഗാധരൻ, എം പ്രസാദ്, വത്സൻ മാസ്റ്റർ, വി സന്തോഷ് കുമാർ, സി സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതിയുടെ ചെയർമാനായി മണിയറ ചന്ദ്രനെയും കൺവീനറായി വി സന്തോഷ് കുമാറിനെയും ട്രഷററായി എൻ കൃഷ്ണനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കേളോത്ത് പ്രവർത്തിക്കുന്ന AK ഡിസൈൻസിന്റെ മറ്റൊരു ബ്രാഞ്ച് AK സാരി സ്റ്റുഡിയോ പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിലെ പയ്യന്നൂർ മാളിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കളുടെ അഭിരുചിക്കിണങ്ങിയ സാരികളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസാണ് AK സാരി സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ കേളോത്ത് പ്രവർത്തിച്ചു വരുന്ന AK ഡിസൈൻസിന്റെ മറ്റൊരു ബ്രാഞ്ച് AK സാരി സ്റ്റുഡിയോ പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിലെ പയ്യന്നൂർ മാളിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കളുടെ അഭിരുചിക്കിണങ്ങിയ സാരികളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് AK സാരി സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസൈനർ സാരികൾ, കല്യാണ സാരികൾ, പാർട്ടി വെയർ, കാഷ്വൽ സാരികൾ എന്നിവയെല്ലാം AK സാരി സ്റ്റുഡിയോയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിലും സേവനത്തിലും ഏറെ മികവ് പുലർത്തുമെന്ന് AK സാരി സ്റ്റുഡിയോ അധികൃതർ അറിയിച്ചു. പയ്യന്നൂരിലെ പുതിയ സാരി ഡെസ്റ്റിനേഷനായ AK സാരി സ്റ്റുഡിയോയിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുയോജ്യമായ കളക്ഷൻസാണ് കാത്തിരിക്കുന്നത്. AK സാരി സ്റ്റുഡിയോയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. AK സാരി സ്റ്റുഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 6282449398 എന്ന നമ്പറിലോ 9072811203 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കെ.പി. കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണം ചന്തപുരയിൽ നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ.പി. കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ 16ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ചന്തപുരയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അതിനോടുള്ള ആഭിമുഖ്യവും മാത്രമല്ല, തൻ്റെ ചുറ്റുമുള്ള മനുഷ്യ ജീവിതങ്ങൾ, അവരുടെ ജീവിതം, അതിലെ പ്രതിസന്ധികൾ, അവരുടെ പ്രയാസങ്ങൾ, സഹജീവികളോടുള്ള സ്നേഹം, അതെല്ലാമാണ് KP ഉൾപ്പെടെയുള്ള നമ്മുടെ പഴയകാല പ്രവർത്തകരെല്ലാം പാർട്ടി പ്രവർത്തകരാക്കി മാറ്റിയത്. എല്ലാവരും ഈ സിദ്ധാന്തം അത് പൂർണ്ണമായ അർത്ഥത്തിൽ പഠിച്ചുകൊണ്ടുപോകാൻ, പക്ഷെ അവരുടെ സഹജമായ മനുഷ്യസ്നേഹവും മാനവികതയും സാഹോദര്യവും സഹജീവി സ്നേഹവുമെല്ലാം അവിടെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ്. PV ഭാസ്കരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം K. പത്മനാഭൻ, PP ദാമോദരൻ, EP ബാലൻ, TV ചന്ദ്രൻ, TV രമേശൻ, VP സുഭാഷ് എന്നിവർ സംസാരിച്ചു. VK സുരേഷ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പ്രമുഖ കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടിയുടെ 1ാം ചരമവാർഷികം കോറോമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ ആചരിച്ചു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടിയുടെ 1ാം ചരമവാർഷികം കോറോമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ ആചരിച്ചു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NV രഘുനാഥ്, PE സനാഥ്, പുഷ്പ തർമൽ, കുന്നാവിൽ ശ്രീധരൻ, K. രമേശൻ, P. പ്രകാശൻ, കച്ചേരി രമേശൻ, K. രാജീവ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മുൻനിര ഹോം ഇന്റീരിയർ സാനിറ്ററി വെയർ ബ്രാൻഡായ യൂറോടെക് കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാറിൽ ഉപഭോക്താക്കളെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും കിലോ ബസാർ ഉറപ്പു നൽകുന്നുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും ഉറപ്പു നൽകിക്കൊണ്ട് പയ്യന്നൂർ മുനിസിപ്പൽ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഹോം ഇന്റീരിയർ സാനിറ്ററി വെയർ ബ്രാൻഡായ യൂറോടെക് കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബാത്റൂം, കിച്ചൺ ഫിറ്റിംഗ്സുകൾ ഇനി ഇവിടെ നിന്നും തൂക്കി വാങ്ങാം. അതും വിപണിയിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത വമ്പൻ വിലക്കുറവിൽ. ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതുകൊണ്ടാണ് ഈ വൻ വിലക്കുറവ് സാധ്യമാകുന്നതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. മാത്രമല്ല, നമ്മൾ കിലോ ബസാറിന് ഇപ്പോൾ ക്ലോസറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വാഷ് ബേസിൻ സൗജന്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫിറ്റിംഗ്സ് മുഴുവൻ നമുക്ക് ഇവിടുന്ന് ഗ്രാമിന് ₹1 കണക്കിന് തൂക്കിയെടുക്കാവുന്നതാണ്. ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഗ്രാമിന് വെറും ₹1 നിരക്കിലും കിച്ചൺ സിങ്കുകൾ ഗ്രാമിന് 50 പൈസ നിരക്കിലും തൂക്കി വാങ്ങാൻ കിലോ ബസാറിൽ സൗകര്യമുണ്ട്. ഇമ്പോർട്ടഡ് ടേബിൾ ടോപ്പ് വാഷ് ബേസിനുകൾ പകുതി വിലയിൽ ലഭ്യമാകും. ബ്രാൻഡഡ് 1 പീസ് ക്ലോസറ്റുകൾ വെറും ₹4500 മുതൽ ലഭിക്കും. മോഡേൺ സ്മാർട്ട് ടോയ്ലറ്റുകൾ പ്രീ ബുക്കിംഗ് ഓഫറോടെ വെറും ₹29,500 ലഭ്യമാകും. ക്യാബിനറ്റ് വാഷ് ബേസിൻ വിത്ത് മിറർ ₹3900 മുതലും ടച്ച് ആൻഡ് സെന്റർ LED മിററുകൾ ₹2000 താഴെ വിലയിലും ലഭ്യമാണ്. ഈ യൂറോടെക്കിൻ്റെ സ്മാർട്ട് ക്ലോസറ്റ് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഫീച്ചറാണ് ഇതിൽ വരുന്നത്. ഇതിൽ മാർക്കറ്റിൽ ₹90,000 വരെ വില വരുന്നു. നമ്മുടെ കിലോ ബസാറിൽ ₹29,500 വരുന്നു. വിപണിയിൽ 25,000-ഓളം രൂപ വില വരുന്ന ലക്ഷറി ഷവർ പാനലുകൾ വെറും ₹9,999 മോഡേൺ ഷവർ സെറ്റുകൾ ₹3,950 മുതലും കിലോ ബസാറിൽ നിന്നും സ്വന്തമാക്കാം. 28 ഉൽപ്പന്നങ്ങളടങ്ങുന്ന കംപ്ലീറ്റ് ബാത്റൂം കോംബോ സെറ്റുകൾ ₹4,995, ₹7,999 എന്നീ നിരക്കുകളിലും ലഭ്യമാണ്. ഇതിനു പുറമെ ഫ്രീ അയൺ ബോക്സ് ഹോൾഡറോടെ ഫോൾഡബിൾ അയൺ ടേബിൾ ₹2,500, 5 കിലോ ലിക്വിഡ് ഡിറ്റർജന്റ് ₹295 ലഭിക്കും. ബാത്റൂം, ടോയ്ലറ്റ്, ഫ്ലോർ ക്ലീനറുകളും ഡിഷ് വാഷ്, ഹാൻഡ് വാഷുകളും വെറും ₹49 മുതലും കിലോ ബസാറിലൂടെ വാങ്ങാം. കേരളത്തിലുടനീളം 35ഓളം ഷോറൂമുകൾ കിലോ ബസാറിനുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും കിലോ ബസാർ ഉറപ്പു നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഔഷധക്കൂട്ടുകളുടെ നന്മയും പരമ്പരാഗത തനിമയും കൈവിടാതെ മലയാളികൾ വീണ്ടും കർക്കിടക കഞ്ഞിയിലേക്ക്. മഴക്കാലത്ത് ശരീരത്തിന് പ്രതിരോധശേഷിയും കരുത്തും പകരുന്നതിനായി തലമുറകളായി പിന്തുടരുന്ന ആരോഗ്യശീലങ്ങളിലൊന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി.
രാമായണ മാസത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന് മലയാളികൾ കർക്കിടകത്തിനും പ്രാധാന്യം നൽകുന്നു. ഔഷധക്കൂട്ടുകളുടെ നന്മയും പരമ്പരാഗത തനിമയും കൈവിടാതെ മലയാളികൾ വീണ്ടും കർക്കിടക കഞ്ഞിയിലേക്ക്. മഴക്കാലത്ത് ശരീരത്തിന് പ്രതിരോധശേഷിയും കരുത്തും പകരുന്നതിനായി തലമുറകളായി പിന്തുടരുന്ന ആരോഗ്യശീലങ്ങളിലൊന്നാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി. രാമായണ മാസത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനും മലയാളികൾ കർക്കിടകത്തെ ഒരുക്കുന്നു. ആയുർവേദ വിധിപ്രകാരം വർഷകാലത്ത് മനുഷ്യന്റെ ദഹനശക്തി പൊതുവെ കുറഞ്ഞിരിക്കും. അന്തരീക്ഷത്തിലെ ഈർപ്പക്കൂടുതലും തണുപ്പും കാരണം വാതദോഷം വർദ്ധിക്കുകയും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ലഘുവും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ കർക്കിടക കഞ്ഞി ഒരു അനുഗ്രഹമായി മാറുന്നത്. സാധാരണയായി അത്താഴത്തിനോ പ്രഭാത ഭക്ഷണത്തിനുമായാണ് കർക്കിടക കഞ്ഞി കഴിക്കുന്നത്. കഞ്ഞി സേവിക്കുന്ന ദിവസങ്ങളിൽ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളും മാംസാഹാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഇതിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ സഹായിക്കുമെന്ന് ആയുർവേദ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. തിരക്കുപിടിച്ച ആധുനിക ജീവിതത്തിനിടയിലും ആരോഗ്യ സംരക്ഷണത്തിനായി മലയാളികൾ തങ്ങളുടെ പാരമ്പര്യത്തെ കൈവിടുന്നില്ല എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കർക്കിടക കഞ്ഞിയുടെ ഇന്നത്തെ ജനപ്രീതി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാൽപന്തു കളിക്കാരായ തൃക്കരിപ്പൂരിലെ പെൺകുട്ടികളെക്കുറിച്ച് നിയമസഭയിൽ പരാമർശം നടത്തിയ ജനപ്രതിനിധിയായ സന്ദീപ് വാര്യർ MLAയോട് ഒരു ഫുട്ബോൾ തങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ച കുരുന്നുകൾക്ക് 5 ബോളുകൾ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ കുഞ്ഞു താരങ്ങൾക്ക് ബോളുകൾ MLA എത്തിച്ചു നൽകി. ഒരു പന്ത് ചോദിച്ച തൃക്കരിപ്പൂർ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ കുരുന്നുകൾക്ക് സന്ദീപ് വാര്യർ MLA നൽകിയത് 5 ഫുട്ബോളുകൾ. സെന്റ് പോൾസ് AUP സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയായ ഡ്രീംസ് വനിതാ ഫുട്ബോൾ അക്കാദമിയിലെ സ്ട്രൈക്കർ M ആരാധ്യയാണ് സന്ദീപ് വാര്യർ MLAയോട് പന്ത് തരുമോ എന്ന് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം തൈക്കേൽ ടർഫിൽ റോട്ടറി ക്ലബിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടക്കവെയാണ് സംഭവം. അപ്പോൾ തന്നെ MLA കുട്ടികളെ അടുത്തു വിളിച്ച് 5 പന്തുകൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. എന്നാൽ ഫുട്ബോൾ സംഘാടകരെയും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകൻ തടിയൻ കൊവലിലെ VM മഹേഷിന്റെയും BP മാലതിയുടെയും മകൾ ആരാധ്യയെയും അമ്പരപ്പിച്ച് 24 മണിക്കൂറിനകം സന്ദീപ് വാര്യർ MLA വാക്കുപാലിച്ചു. ബീരിച്ചേരി ടർഫിൽ പരിശീലനത്തിനായി എത്തിയ കുട്ടികൾക്ക് 5 ഫുട്ബോളുകൾ എത്തിച്ചു നൽകി. ഡ്രീംസ് ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ ഡോക്ടർ V രാജീവൻ, രാജേഷ് മാപ്പിടിച്ചേരി, മൊട്ടമ്മൽ പത്മനാഭൻ, പരിശീലകൻ സജി കരിവെള്ളൂർ, K ശാലിനി, റോട്ടറി ഭാരവാഹികളായ KV ഗംഗാധരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഫുട്ബോൾ സംഘാടകനായ VPP ഷുഹൈബ് എന്നിവർ കളി പരിശീലന സ്ഥലത്തെത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി കാസർഗോഡ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് തൃക്കരിപ്പൂരിൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെ പെൺകുട്ടികൾ ഫുട്ബോൾ കളിച്ച് വളരുന്നുണ്ട്. അതിലൊരു കുട്ടി പോർച്ചുഗലിൽ പോയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ഇന്ത്യയുടെ പുരുഷ ടീം ലോകകപ്പ് നേടുന്നതിന് മുൻപായിട്ട് എൻ്റെ തൃക്കരിപ്പൂരിലെ പെൺകുട്ടികൾ ഈ രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് നേടുന്ന ഒരു സുദിനമാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അങ്ങയുടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായിട്ട് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇവിടെ നല്ലൊരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു എന്ന് അദ്ദേഹത്തെ അറിയിച്ചത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പന്ത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടി സമ്മാനമാണെന്ന് പറയണം, ഗിഫ്റ്റാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൂടി ഗിഫ്റ്റായിട്ടുള്ള ഈ പന്തുകൾ ഞാൻ നിൽക്കാനാണ്. ഇപ്പോൾ പ്രതീകാത്മകമായിട്ടൊരു പന്ത് നിങ്ങൾക്ക് പാസ് ചെയ്തു തരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വർഷങ്ങളായി നേരിട്ടിരുന്ന ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ദുരിതത്തിന് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പുതിയ സംരംഭം. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ വെരിഫിക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് തുടക്കമായിരിക്കുകയാണ്. കണ്ണൂർ താലൂക്കിലെ ആദ്യ ക്യാമ്പ് ചെറുകുന്ന് പഞ്ചായത്തിലെ അമ്പലപ്പുറത്ത് നടന്നു. ഓട്ടോറിക്ഷയുടെ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ എന്നത് ഇതുവരെ തൊഴിലാളികൾക്ക് ഏറെ സമയവും അധ്വാനവും ആവശ്യമായ ഒരു നടപടിക്രമവുമായിരുന്നു. ടോക്കൺ എടുക്കാൻ ഒരു ദിവസം, വെരിഫിക്കേഷനായി മറ്റൊരു ദിവസം, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വീണ്ടും മറ്റൊരു ദിവസം എന്നിങ്ങനെ പലതവണ കണ്ണൂരിലെ ഓഫീസിൽ എത്തേണ്ട സാഹചര്യം വർഷങ്ങളായി തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു.
ആ ദുരിതത്തിനാണ് ഇപ്പോൾ പരിഹാരമെന്നേണ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പഞ്ചായത്ത് തല വെരിഫിക്കേഷൻ ക്യാമ്പുകൾ. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ചെറുകുന്ന് പഞ്ചായത്തിലെ അമ്പലപ്പുറത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ പ്രദേശത്തെ 50ഓളം ഓട്ടോറിക്ഷകളുടെ ഫെയർ മീറ്റർ പരിശോധനയും സർട്ടിഫിക്കേഷൻ നടപടികളും പൂർത്തിയാക്കി. ചെറുകുന്ന് പഞ്ചായത്ത് തല ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്നും ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവായതിൽ വലിയ ആശ്വാസമുണ്ടെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതികരിച്ചു. 3 പ്രാവശ്യം കണ്ണൂർ പോകുന്നത് ഒഴിവായി കിട്ടും. അത് മാത്രമല്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വളരെ നേരത്തെ പുലർച്ചക്ക് പോയിട്ട് പയ്യാമ്പലത്തെല്ലാം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. പലതും മാറ്റിവെച്ചിട്ടായിരിക്കും ചില സമയത്ത് അങ്ങനെ പോകുന്നത്. അത് പിന്നെ ലീഗൽ മെട്രോളജിയും സർക്കാരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തൊഴിലാളികൾക്ക് ഏറെ ഗുണം ചെയ്യും. അത് വളരെ അഭിനന്ദനാർഹമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കണ്ണൂർ ഇപ്പോഴത്തെ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യും. ഇതെല്ലാവരും പഞ്ചായത്തിലും നന്നാക്കിയാൽ നല്ല പരിപാടിയാണ്. അതുകൊണ്ട് ഇത് പ്ലാൻ ചെയ്ത ഗവൺമെന്റിന് ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയ സംവിധാനത്തിലൂടെ തൊഴിലാളികൾക്ക് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാനും ഫീസ് ഓൺലൈനായി അടക്കാനും തുടർന്ന് സർട്ടിഫിക്കറ്റ് മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുമെന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് അധികൃതർ അറിയിച്ചു. തൊഴിലാളികൾക്കും വകുപ്പിനും ഒരുപോലെ ഗുണകരമായ പദ്ധതിയാണിതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് അംഗം സരസ്വതി കെ, ലീഗൽ മെട്രോളജി വകുപ്പ് ഡെപ്യൂട്ടി കൺട്രോളർ ടി കെ കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് കൺട്രോളർ അനില ബി ജെയിംസ്, ഇൻസ്പെക്ടർ പി സൗമ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ താലൂക്കിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പഞ്ചായത്ത് തല വെരിഫിക്കേഷൻ ക്യാമ്പാണ് ചെറുകുന്നിൽ നടന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമാകുന്ന ഈ പദ്ധതി സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. LSS പരീക്ഷയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ LP സ്കൂളുകളിൽ മികച്ച വിജയശതമാനം നേടിയ സ്കൂൾ എന്ന നേട്ടം സ്വന്തമാക്കിയ വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് 2025-26 വർഷം പരീക്ഷ എഴുതിയ 14 വിദ്യാർത്ഥികളിൽ 7 പേരാണ് LSS സ്കോളർഷിപ്പിന് അർഹത നേടിയത്. വിദ്യാർത്ഥികളുടെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാലയ വികസന സമിതി അംഗങ്ങളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. റീലിനില്ലേ എന്തെങ്കിലും എടുത്തോ. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് VNP ഫൈസൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP സുനീറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M സുഹറ, M മുഹമ്മദ് കുഞ്ഞി, സ്കൂൾ പ്രധാനാധ്യാപിക UPV ശ്രീജ, VP അബ്ദുള്ള, TV മധു, സുകുമാരൻ, അഷ്റഫ് മുൻഷി, TM അമീർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPIM മാതമംഗലം ലോക്കൽ പഠന കേന്ദ്രം VS സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ VS സ്മൃതി സംഘടിപ്പിച്ചു. പേരൂരിൽ നടന്ന പരിപാടി DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPIM മാതമംഗലം ലോക്കൽ പഠന കേന്ദ്രം VS സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം VS സ്മൃതി സംഘടിപ്പിച്ചു. പേരൂരിൽ നടന്ന പരിപാടി DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വൈജ്ഞാനിക താല്പര്യമുള്ള പുസ്തകങ്ങളും അക്ഷരങ്ങളും നിങ്ങളുടെ അലമാരിയിൽ വെച്ച് കൂട്ടിയത് കൊണ്ട് മാത്രം അക്ഷരങ്ങൾ പാരതന്ത്രത്തോടെ ഇരിക്കുമെന്ന് നിങ്ങൾ ധരിക്കരുത്. അക്ഷരങ്ങൾ അവസരം കിട്ടിയാൽ ആവശ്യക്കാരുടെ അടുത്തേക്ക് പറഞ്ഞു. നിങ്ങൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചികൾ വന്ന് കണ്ടില്ലേ? ഡൽഹിയിൽ വന്നത് 5000 വരെ തീരുമാനിച്ചു, പദ്ധതി 20,000. സംഘാടകർ തീരുമാനിച്ചത് 5000, വന്നത് 20,000. അതിന് പ്രിയപ്പെട്ടവരെ 26 ആളുകൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മരിച്ചപ്പോൾ ജനങ്ങളെങ്ങനെ ഓടിക്കൂടി. നിങ്ങളുടെ അലമാരിയിൽ എത്ര അക്ഷരങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല. അക്ഷരങ്ങൾ ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു. T തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. C സത്യപാലൻ, P ദാമോദരൻ, KV ഗോവിന്ദൻ, MP ദാമോദരൻ, KV ഗോപിനാഥൻ, KB ബാലകൃഷ്ണൻ, M അരുൺ, P ഗംഗാധരൻ, K പ്രീത, MV സുരേഷ്, MV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ
മഴപ്പൊലിമ സംഘടിപ്പിച്ചു. പേരളത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ 2026 തരിശുനിലത്ത് കൃഷിയിറക്കൽ സംഘടിപ്പിച്ചു. പെരളം KT മധുസൂദനന്റെ കണ്ടത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു നാട്, ഒരാളുടെ മുമ്പിലും നട്ടെല്ല് വളക്കാതെ തല കുനിക്കാതെ എന്നും ഒരു മലയാളി എന്ന അഭിമാനത്തോടെ നിന്നിട്ടുള്ള ഒരു മനുഷ്യൻ നാളെ ഭക്ഷണത്തിന് വേണ്ടി അന്യ സംസ്ഥാനക്കാരന്റെ മുമ്പിൽ നട്ടല് വളച്ച് തല കുനിച്ച് കൈനീട്ടി നിൽക്കുന്ന ഒരു ദയനീയ ചിത്രം നമ്മുടെ എല്ലാം അനുഭവത്തിൽ, ജീവിതാനുഭവത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നാം എല്ലാം ഇങ്ങനെ ഒത്തുചേരുന്നത്. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ പി നിഷ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, വൈസ് പ്രസിഡന്റ് RK സുധാമണി, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കലാകായിക പരിപാടികളും നാടൻ പാട്ടും അരങ്ങേറി. 10ാം വാർഡിൽ കൂവച്ചേരിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാങ്കോൽ KC കുഞ്ഞാപ്പു മാസ്റ്റർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ KC കുഞ്ഞാപ്പു മാസ്റ്റർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ VS അനുസ്മരണം സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തുള്ളി വരുമ്പോൾ തന്റെ വീട്ടിലെ ഭാര്യയുടെ പട്ടിണിയും മക്കളുടെ പട്ടിണിയും ആലോചിച്ച് ചിത്തഭ്രമത്തിലാണ്ട വെളിച്ചപ്പാട് തുള്ളി അരിശം നോക്കാതെ തന്റെ തല വെട്ടിപ്പൊളിച്ച് ഉണവാണ് കൊണ്ട് തല വെട്ടിപ്പൊളിച്ച് ചോര ഒഴുകുമ്പോ ആ ചോര വായിലേക്ക് ഒലിച്ചു വരുന്ന ഈ വെളിച്ചപ്പാട് ചോരയും തുപ്പലും കൂടി ചേർന്ന് തന്റെ കുടുംബത്തെ അനാഥത്വത്തിലാക്കിയ ദേവിയുടെ മുമ്പിലേക്ക്, ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക്, ദേവിയുടെ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന രംഗത്തിനാണ് ഭരതപാടിരിക്കുന്നത്. ചടങ്ങിൽ P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. P ശശിധരൻ, KP കണ്ണൻ, അഡ്വക്കേറ്റ് PP സിദിൻ, PV വത്സല, PP പ്രഭാകരൻ, P ഗണേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്തര കേരളത്തിലെ കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഗജവീരനെ പ്രത്യക്ഷ മഹാഗണപതിയായി സങ്കല്പിച്ച് മുന്നിൽ നിർത്തി വലിയ ഹോമകുണ്ടാഗ്നിയിൽ സമൃദ്ധമായി അഷ്ടദ്രവ്യങ്ങളും അപ്പം, അട മുതലായ നിവേദ്യങ്ങളും പൂജിച്ച് സമർപ്പിക്കുന്നു. പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഭക്തരുടെ സർവ്വവിഘ്നങ്ങൾക്കും അറുതി വരുത്തി ആരോഗ്യ സമ്പൽ സമൃദ്ധി കുടുംബൈശ്വര്യം കൈവരുമെന്നാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ആലക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, തളിപ്പറമ്പ് ടൗൺ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച ORS വാരാചരണവും മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ക്വിസ് പരിപാടിയും സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ആലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, തളിപ്പറമ്പ് ടൗൺ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് ORS വാരാചരണവും മുലയൂട്ടൽ വാരാചരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ക്വിസ് പരിപാടിയും സംഘടിപ്പിച്ചു. പരിപാടി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യ മേഖലയിൽ എല്ലാ കടുത്ത വെല്ലുവിളികളെ പൂർണ്ണമായി ആത്മധൈര്യത്തോടെ തരണം ചെയ്യാൻ നിയോഗം നൽകിയിട്ടുള്ള പ്രവർത്തകരാണ്, വളണ്ടിയർമാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കോവിഡ് കാലത്തൊക്കെ
നമുക്കതിനെ നേരിടാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കരുത്തും പകരാൻ വേറെ പ്രവർത്തകരാണ്. എന്നാൽ നമുക്ക് പുതിയ പുതിയ രോഗങ്ങൾ ഇപ്പോഴും നമ്മുടെ അവസാനിച്ചിട്ടില്ല. പുതിയത് ശാസ്ത്രം വലിയ രീതിയിൽ പുരോഗമിച്ചുവെങ്കിലും അതിനോടൊപ്പം തന്നെ വലിയ പ്രധാനപ്പെട്ട ചില പകർച്ചവ്യാധികൾ ഇപ്പോഴും നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് എ പി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഹമീദ് എൻ പി, റോട്ടറി തളിപ്പറമ്പ് ടൗൺ പ്രസിഡന്റ് വിജയകുമാർ, സെക്രട്ടറി അനിൽ, ശ്രീധർ സുരേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ശോഭന ദേവി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജയ് ശ്രീവിജയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് എ പി മുലയൂട്ടൽ ബോധവൽക്കരണ ക്ലാസും പ്രൈമറി ഹെൽത്ത് നഴ്സ് ശോഭന ദേവി ORS ബോധവൽക്കരണ ക്ലാസും എടുത്തു. പ്രമോദ് കുമാർ സി വി, സൈറ ടി മുഹമ്മദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 3 വരെ കാലിക്കടവിൽ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ല ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പ് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിലെ 4 വേദികളിലാണ് നടക്കുക. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമായി 800 താരങ്ങളും 100 ഒഫീഷ്യലുകളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പരമ്പരാഗത യോഗാസന, യോഗ ഡാൻസ് മത്സരങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്കു കൂടി കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 31 വൈകിട്ട് 5 മണിക്ക് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്യും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി അധ്യക്ഷത വഹിക്കും. ഓഗസ്റ്റ് 3 ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങും നടക്കും. വാർത്താ സമ്മേളനത്തിൽ CM മീനാകുമാരി, B ബാലചന്ദ്രൻ, K രാജഗോപാൽ, ഷീജ അസ്ലം, KV ഗണേഷ്, MV നാരായണൻ, KP പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 4ാമത് തായമ്പക ഉത്സവം ഓഗസ്റ്റ് 1 മുതൽ 9 വരെ നമ്പയാത്രക്കോവിൽ ശിവക്ഷേത്രാങ്കണത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 4ാമത് തായമ്പക ഉത്സവം ഓഗസ്റ്റ് 1 മുതൽ 9 വരെ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രാങ്കണത്തിൽ നടക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 1 വൈകിട്ട് 6:30 കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ DYSP PL ഷൈജു വിശിഷ്ടാതിഥിയാകും. ഡോക്ടർ NP വിജയകൃഷ്ണൻ, RM ശങ്കരനാരായണൻ തിരുമുൻപ് എന്നിവർ സംസാരിക്കും. ദിവസവും വൈകിട്ട് 7 മണിക്ക് പരിപാടി തുടങ്ങും. ആദ്യ ദിവസമായ ശനിയാഴ്ച ജയൻ തിരുവിലാമല, കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. 2 ഇരട്ടമിഴാവിന്മേൽ തായമ്പക, 4 5 തായമ്പക, 6 ചെറുശ്ശേരി അർജുൻ മാരാർ, കക്കാട് അതുൽ മാരാർ, 7 കല്ലേക്കുളങ്ങര ആദർശ്, സദനം അശ്വിൻ മുരളി, 8 കലാമണ്ഡലം രഘുചന്ദ്രൻ, സദനം ജിതിൻ എന്നിവർ ഡബിൾ തായമ്പക അവതരിപ്പിക്കും. സമാപന ദിവസം ചെറുതാഴം ചന്ദ്രൻ, ചെറുതാഴം വിഷ്ണുരാജ്, കാഞ്ഞിരങ്ങാട് അരുൺരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായമ്പകയാണ് അരങ്ങേറുക. TM ജയകൃഷ്ണൻ, ചെറുതാഴം ചന്ദ്രൻ, KN വിജയകുമാരൻ, A രഞ്ജിത് കുമാർ, ഡോക്ടർ അസീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.